ഇനി നമുക്കൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ മാങ്ങ 1 കിലോ ആണ് മേടിച്ചത്. അത് ഞാൻ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റേൺ പിക്കിൾ പൗഡറിൻ്റെ അച്ചാർ പൊടിയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ 1 കിലോ 4 മാങ്ങയാണ് കിട്ടിയത്. അതിൽ 3 ഞാൻ എടുത്തു. പിന്നെ ഒരെണ്ണം ഞാൻ വിചാരിച്ചു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഈസ്റ്റേൺ പിക്കിൾ പൗഡർ, അത് ഏത് പിക്കിൾ പൗഡർ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന പിക്കിൾ പൗഡർ മേടിച്ചിട്ട് അതിൽ ഇപ്പോൾ 3 മാങ്ങയുടെയാണ് ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ടുള്ളത്. അതിലേക്ക് പിക്കിൾ പൗഡർ നമ്മൾ 2 പാക്കറ്റ് മേടിച്ചിട്ട് അതിൽ 1.5 പാക്കറ്റ് ഇടാം. ഇളക്കി മിക്സ് ചെയ്യണത്. 1.5 പാക്കറ്റ് ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡർ ഇട്ടിട്ട് ഇളക്കി വെച്ചേക്കാണ്. ഇനി ഒരു അരമണിക്കൂർ ഇത് വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ മാങ്ങ പിക്കിൾ പൗഡർ ഇട്ട് വെച്ചേക്കാണ്. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഊറി അത് മിക്സ് ആയിക്കോളും. വേറെ ഉപ്പുപൊടിയോ മറ്റൊന്നും ഇട്ടിട്ടില്ല. ഇനി കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് തണുപ്പിക്കാൻ വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഈ എണ്ണ തണുത്തതിന് ശേഷം നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് വിനെഗറും അതിൻ്റെ കൂടെ ഇടാം. അച്ചാർ റെഡിയാവും. കുറച്ച് പഞ്ചസാര ഇടാം. ഇതും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെക്കുക. എണ്ണ ചൂടായി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് വയ്ക്കാം, തണുപ്പിക്കാൻ വയ്ക്കാം. 3 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വയ്ക്കാം. അരമണിക്കൂറായി. അത് തുറന്നു. കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് ഊർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വിനെഗറും അതേപോലെ തന്നെ നമ്മുടെ കടുക് പൊട്ടിച്ച എണ്ണയും ഒഴിക്കാം. വിനെഗർ ഒഴിച്ചു. ചൂട് ആക്കി നമ്മൾ കടുക് പൊട്ടിച്ച എണ്ണ തണുത്തു. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാം, പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ. കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാം. 3-4 ചെറിയ സ്പൂൺ ഉപ്പിട്ടു. ഇനി കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം. ഇതാ കുപ്പിയിലേക്ക് ആക്കി. ഇനി കുറച്ച് മുകളിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുക. അച്ചാർ റെഡി. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ ഇതിന് മുകളിൽ ഒഴിക്കുക.
കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 പാത്രങ്ങളിലാക്കി നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചു. ഇനി നമുക്ക് 2-3 ദിവസത്തിന് ശേഷം നമുക്കെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്.